ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, എന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടി. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും, ക്രോം ബ്രൗസറിൽ പോയി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അറിയുള്ളൂ. ഞാൻ ഷോർട്സ് ഫീഡ് കോപ്പിറൈറ്റ് ഒക്കെ കിട്ടുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. എന്നെന്ന് പറഞ്ഞ പോലെ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കാറുണ്ട് കേട്ടോ. അപ്പം അതെങ്ങനെ നോക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഇന്ന് കിട്ടിയൊരു പണിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലേ, എവിടെയാണ് ക്യാമറ നോക്കണ്ടേന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. എന്തായാലും എവിടെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്ര ഹാപ്പി ഒന്നല്ല കേട്ടോ, കാരണം എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് ഒരു 90 ഡേയ്സിനുള്ളിൽ നമുക്ക് 3 സ്ട്രൈക്ക് കിട്ടിയാൽ നമ്മുടെ ചാനൽ തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിന് മുന്നേ കോപ്പിറൈറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാനത് നീക്കം ചെയ്തിട്ടുണ്ട്, കോപ്പിറൈറ്റ് ഒക്കെ കളഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം വന്ന് കിടന്നതേ ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കിപ്പോഴാണ്, എപ്പോഴായിരുന്നു, ജൂലൈ അല്ല, എപ്പോഴോ ഒരു മെസ്സേജ് വന്ന് കിടന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് എപ്പോഴാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒന്നുമാണ് ലാസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് യൂട്യൂബ് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്തു, സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 2 സ്ട്രൈക്കും കൂടെ കിട്ടുകയാണെങ്കിൽ ചാനൽ ടെർമിനേറ്റ് ആയി പോകും എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ. അതാണ് ഇപ്പം എൻ്റെ ഷോർട്സിനൊക്കെ അത്യാവശ്യം കുറച്ച് വ്യൂസ് എങ്കിലും ഉണ്ടായിരുന്നു, 1K എങ്കിലും കിട്ടുന്നുണ്ടായിരുന്നല്ലോ എന്ന് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സ്ട്രൈക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല ഇതിൽ നമ്മുടെ ചാനലിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു സ്ട്രൈക്കിൻ്റെ സംഭവം ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യമില്ല, സ്ട്രൈക്ക് വരേണ്ട കാര്യമില്ല. ഞാൻ അപ്പീൽ കൊടുത്തിട്ട് അവർ റിജക്റ്റ് ചെയ്തു. എന്താണെന്നറിയില്ല. ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം നമ്മുടെ വീഡിയോസ് ആദ്യം ഞാൻ പറയാം, സ്ട്രൈക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ഇപ്പോൾ യൂട്യൂബിലുള്ളവർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മളെ യൂട്യൂബിൽ കുറേ യൂട്യൂബിൻ്റെ എന്താ പറയുക, ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ. അപ്പം ആ ഗൈഡ് ലൈൻസിനൊക്കെ നമ്മൾ വയലേഷൻ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് സ്ട്രൈക്ക് തരും. അതായത് നമ്മളിപ്പോൾ കുട്ടികളെ കയ്യിൽ കത്തി കൊടുത്തു, ആ കത്തി കൊണ്ട് കളിക്കണം, അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോൾ ഈ ഡിലീറ്റ് ആയ ഒരു വീഡിയോയിൽ ഒരു തേങ്ങയില്ല, സത്യം പറഞ്ഞാൽ അതിനകത്ത് ഒരു വയലൻസും ഇല്ല. യൂട്യൂബിൻ്റെ ഗൈഡൻസിനെതിരായിട്ടുള്ള ഒരു സംഭവം ഇല്ല കേട്ടോ. വയലൻസ് എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പം എനിക്കിപ്പം നിങ്ങൾ പുതിയ യൂട്യൂബർ ആണെങ്കിൽ നല്ല പോലെ സൂക്ഷിച്ച് വീഡിയോ ചെയ്തോട്ടെ, എനിക്കതേ പറയാനുള്ളൂ. പക്ഷെ ഞാൻ ഇത്രയും കാലം വിചാരിച്ചതിന് സ്ട്രൈക്ക് കിട്ടാനുള്ള ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്, അത് നമ്മൾ മാറ്റുന്നുണ്ട്, അതിൻ്റെ സംഭവമൊക്കെ ഡിലീറ്റ് ചെയ്ത് നമ്മളത് റെഡി ആക്കുന്നുണ്ട്, കോപ്പിറൈറ്റ് ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. എനിക്ക് ആകെ ഒരു പ്രാവശ്യം ലോങ് വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഷോർട്സിൻ്റെ ഷോർട്ട് സ്പീഡ് കിട്ടാറുണ്ട്, അത് ഞാൻ ഒഴിവാക്കാറൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം കോപ്പിറൈറ്റ് കിട്ടി, ഞാൻ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കോപ്പിറൈറ്റ് ഒക്കെ ഒഴിവാക്കി അതങ്ങനെ സെറ്റാക്കി. പിന്നെ അതുപോലെ തന്നെ ഞാൻ മോണിറ്റൈസ് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഞാൻ ചെയ്ത സമയത്തും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി, റീയൂസ്ഡ് കണ്ടന്റ് കിട്ടി. ഞാൻ അപ്പീൽ കൊടുത്ത് റീയൂസ്ഡ് കണ്ടന്റ് ഒഴിവാക്കിയിട്ടൊക്കെയാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് നമുക്കത് എന്തെങ്കിലും ചെയ്യാലോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് നേരെ അവർ ശരിക്കും പറയുന്നത്, ഞാനിപ്പം വേറൊരു വീഡിയോ കണ്ടപ്പോൾ അവർ പറയുന്നത് നമുക്ക് എന്താണ് പറയുക, നമുക്കിപ്പോൾ ഒരു ട്രയൽ പോലെ നമുക്കൊരു സ്ട്രൈക്ക് തരും എന്നാണ്. പക്ഷേ ഇത് ട്രയലല്ല, ഇത് ഒറിജിനലായിട്ട് ഫസ്റ്റ് തന്നെ എനിക്ക് സ്ട്രൈക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അതെന്തായാലും അവർ വീഡിയോ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം പറയാൻ വന്ന കുറേ അപ്പുവായല്ലേ, അതിൻ്റെ വർത്തമാനം പറയുമ്പോൾ അങ്ങനെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് അത്രയും ശ്രദ്ധിച്ച് വീഡിയോ ഇട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഒരു വയലൻസും ഇല്ലാഞ്ഞിട്ട് പോലും എനിക്കത് കിട്ടിയതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വേറെ കുറേ വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് സൂക്ഷിച്ച് കണ്ട് മുന്നോട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ 3 മാസം കഴിയുമ്പോൾ ഈ ഒരു സംഭവം മാറും. പക്ഷേ എങ്കിൽ പിന്നെയും നമുക്ക് ഈ 90 ദിവസത്തിനുള്ളിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോസിന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടെ കോപ്പിറൈറ്റ് അല്ല ഇത് മെയിനായിട്ട്, ഇത് വേറെ എന്തോ സംഭവമാണ് എനിക്ക് മനസ്സിലായിട്ടോ. കോപ്പിറൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇത് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പീൽ കൊടുക്കുക, അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അങ്ങനെ അപ്പം ഞാൻ അപ്പീൽ കൊടുത്തപ്പോഴും അവർ റിജക്റ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തു. അവർ തന്നെ യൂട്യൂബ് തന്നെ സ്വന്തമായിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തു, ഞാൻ ചെയ്തതല്ല. അപ്പോൾ എന്തായാലും യൂട്യൂബിനെതിരായിട്ടുള്ള വയലൻസ് ആണെന്ന് പറഞ്ഞാൽ അവർ ഡിലീറ്റ്. പക്ഷേ അതിനകത്ത് ഒന്നുമില്ല, എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വീഡിയോ. അതിപ്പം ഏതുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ.
അപ്പോൾ എന്താ പറയുക, പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയവരുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വേറൊരു യൂട്യൂബറെ വീഡിയോ എടുത്ത് നോക്കി ഇതെന്തുകൊണ്ടായിരിക്കാം എനിക്ക് വന്നത്. കാര്യം ഒരു കാരണമില്ലാതെ ഇങ്ങനെ കോപ്പിറൈറ്റ് വയലൻസും അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അല്ല സ്ട്രൈക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതിൻ്റെ റീസൺ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ ഒരു യൂട്യൂബറെ ടെക് വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബർ ചേട്ടൻ്റെ വീഡിയോ എടുത്ത് കണ്ടു. അപ്പോൾ ആ ഏട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോയിൽ മാത്രം നമ്മൾ കുറേ വയലൻസോ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ അങ്ങനെ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ കുറേ എനിക്ക് തോന്നുന്ന ഹാഷ്ടാഗൊക്കെ ഞാൻ കൊടുക്കും. അപ്പോൾ ഹാഷ്ടാഗ് സൂക്ഷിച്ചു കൊടുത്തില്ലെങ്കിൽ, അതുപോലെ തന്നെ തംബ്നെയിൽ, ലോങ് വീഡിയോ ആണെങ്കിൽ തംബ്നെയിൽ സൂക്ഷിച്ചു കൊടുത്തില്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ടാഗ് കൊടുക്കുന്നതിൽ, പിന്നെ എന്താ പറയുന്നത്, അതിന് നമ്മൾ കുറേ ഹാഷ്ടാഗുകളും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കുമല്ലോ. അപ്പം അതിൽ പോലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ യൂട്യൂബിന് എതിരായിട്ടുള്ള എന്തെങ്കിലും, എതിരല്ല, യൂട്യൂബ് ഇപ്പോൾ വേറൊരാൾ അങ്ങനെ നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുന്നതിൽ പോലും അതിൻ്റെതല്ലാത്തത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ആ ഒരു ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഞാൻ ഹാഷ്ടാഗ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്താ കൊടുത്തതെന്ന് ഓർമ്മയില്ല. ആ വീഡിയോ ആണെങ്കിൽ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ എന്താ കൊടുത്തതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ അത് ഷോർട്സ് ആയിരുന്നു. ഷോർട്സ് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി, 60K കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമാണ്, ഒന്നും പറയാനില്ല. 60K കിട്ടിയ ഒരു വീഡിയോ ആണ് പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പോയത് പോട്ടെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു ഇതാണ്, പോയത് പോട്ടെ വരുന്നത് വരട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയ വിഷമം ഉണ്ടോ വെച്ചാൽ ഇപ്പോൾ വിഷമമില്ല. ചാനൽ പോയി കഴിഞ്ഞാൽ വിഷമമാവും. ഇപ്പോൾ സത്യത്തിൽ വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം അത് പോയി, ഇനിയിപ്പോൾ ശ്രദ്ധിക്കാം. 3 മാസത്തിനുള്ളിൽ ഒരു കോപ്പറേറ്റോ കാര്യങ്ങളോ ഒന്നും വരാതെ ശ്രദ്ധിക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വീഡിയോ ഇടുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം റീച്ചോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ഷോർട്സിന് തന്നെ 100 വ്യൂസ് 50 വ്യൂസ് എന്ന് പറഞ്ഞാൽ കയറുന്നുണ്ട്. കുഴപ്പമില്ല, പോട്ടെ. എന്തായാലും വീഡിയോ ഇടാതിരുന്നിട്ട് അതിന് ഇനി പ്രശ്നം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ചിലർ വിചാരിക്കും ഇവളെന്തിനീ തെരുതെരെ വീഡിയോ ഇടുന്നതെന്നൊക്കെ വിചാരിക്കുമായിരിക്കും. ഒരു ദിവസത്തിൽ 3 വീഡിയോ ഒക്കെ എന്തിനാ ഇടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഷോർട്സ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ അതുകൊണ്ടൊരു കുഴപ്പം വേണ്ടല്ലോ, ഇട്ടുകൊണ്ടിരുന്നത് പോലെ തന്നെ ഇടാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷനും തംബ്നെയിലും ടാഗും അതുപോലെ തന്നെ വേറെന്താ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഞാൻ അതുപോലെ എന്തോ കൊടുത്തതിൻ്റെ പേരിലാണ് എനിക്കിപ്പോൾ ഒരു സ്ട്രൈക്ക് വന്ന് കിടക്കുന്നത്. ഇനി 2 എണ്ണം കൂടി വന്നു കഴിഞ്ഞാൽ ചാനൽ പോകുമല്ലോ എന്ന് ആലോചിച്ചു കൊണ്ട് മാത്രം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഹാഷ്ടാഗൊക്കെ സൂക്ഷിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. 3 മാസത്തേക്ക് ചിലപ്പം റീച്ചൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം കുറച്ച് ദിവസത്തേക്കെങ്കിലും ചിലപ്പോൾ റീച്ച് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ കിട്ടിയിട്ടുള്ള സ്ട്രൈക്ക്. അതുകൊണ്ട് എനിക്കിപ്പോൾ 1 മാസമൊന്നും ആയിട്ടില്ല സ്ട്രൈക്ക് കിട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്കെങ്കിലും എനിക്ക് ചിലപ്പം വ്യൂസും കാര്യങ്ങളോ അല്ലെങ്കിലേ കുറവാണ്, അതിൽ നിന്നും കുറഞ്ഞു പോകും. അത് അങ്ങനെയാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ യൂട്യൂബ് പുതിയതായിട്ട് തുടങ്ങിയവർ അറിയാത്തവരുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ട് മുന്നോട്ട് പോവുക. ഞാൻ ഇത്രയും കാലം ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. നോക്കുമ്പോൾ എന്തായാലും കിട്ടിയതുകൊണ്ട് അതൊരു കാര്യം മനസ്സിലായി. നമുക്ക് എല്ലാം ഓരോരോ പാഠങ്ങളാണല്ലോ എന്ന് പറഞ്ഞ പോലെ അതും ഒരു പാഠമായി ഞാൻ കണ്ടുകൊണ്ട് ഇനി അതും നോക്കി ഇനി മുന്നോട്ട് പോവാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങൾക്കൊന്നും ഒരു റീച്ച് എന്ന് പറയാൻ ഒരു സംഭവം കിട്ടുന്നില്ല. അത് പോട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പം ആർക്കും ഇങ്ങനെ ഒരു തെറ്റ് പറ്റാതിരിക്കട്ടെ. ഇനിയിപ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഇതൊരു കാര്യം മനസ്സിലാക്കുന്നതെങ്കിലോ. അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ. ഹാഷ്ടാഗ് കൊടുക്കുമ്പോഴും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊടുക്കുക. അപ്പം വീഡിയോ നമ്മുടെ യൂട്യൂബിനെതിരായിട്ടുള്ള വയലൻസ് വരുന്ന രീതിക്ക് യൂട്യൂബിൻ്റെ കണ്ടന്റ് ഗൈഡൻസിന് എതിരായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യാതിട്ട് പോലും എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചില സമയത്ത് എൻ്റെ ഷോർട്സിന് പോലും ചില സമയത്ത് എനിക്ക് ഷോർട്ട് സ്പീഡ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. അത് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള കാര്യമാണോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള കാര്യമാണോ. പക്ഷേ എൻ്റെ ഭാഗത്ത് ഞാൻ അത്രയും ശ്രദ്ധിച്ച് ചെയ്താലും ചില സമയത്ത് എനിക്ക് ഷോർട്ട് സ്പീഡ് കിട്ടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്യാറുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും തന്നെ അറിയായിരിക്കും എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന്. അപ്പം എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ബ്രൗസറിൽ കയറി, അതായത് ക്രോം ബ്രൗസറിൽ കയറി നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇത് നിങ്ങൾ അറിയുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.